അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും എൻ്റെ കുടുംബമൊക്കെ ഒരുവിധം സുഖമായിട്ട് അങ്ങനെ ഇരിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ പോകണം. പിന്നെ സൂക്കേടൊക്കെ നമ്മളോടെ ഉണ്ട്, ഇല്ലായൊന്നുമില്ല. എന്താ ചെയ്യുക, എല്ലാം പടച്ച റബ്ബിൻ്റെ പരീക്ഷണങ്ങളല്ലേ. അതൊക്കെ തരണം ചെയ്തല്ലേ പറ്റുള്ളൂ. ഒന്ന് മാത്രം ഞാൻ ആലോചിക്കും, എന്ത് വരുമ്പോഴും ഈ അവസ്ഥയും കടന്ന് നമ്മൾ പോകും എന്ന് വിചാരിക്കും. അങ്ങനെ ഓരോ ഘട്ടം വരുമ്പോഴും അങ്ങനെ ചിന്തിക്കലുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കണം, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഞാൻ ഇന്ന് പറയുന്ന വിഷയം മുത്തലാഖിനെ കുറിച്ചാണ്. മുത്തലാഖ് നിരോധിച്ചിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 8 കൊല്ലമോ 7 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. ശരിക്കും അതിനെപ്പറ്റി ഓർമ്മയില്ല. അപ്പോൾ അതിന് മുമ്പെയൊക്കെ എങ്ങനെയായിരുന്നു വെച്ചെങ്കിൽ, നമുക്ക് പറ്റിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ മുറ്റത്ത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, റോട്ടിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, ലെറ്ററിലൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പോകലായിരുന്നു പതിവ്. അപ്പോഴാണ് മുത്തലാഖ് വന്നത്. സത്യം പറഞ്ഞാൽ മുത്തലാഖൊക്കെ വന്നതിൽ എനിക്കൊക്കെ ഞാനതിനെ എതിർപ്പല്ല. മുത്തലാഖ് നിരോധനം വന്നതിൽ എതിർപ്പല്ല ഞാൻ. കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം മുത്തലാഖ് കൊണ്ട് പ്രശ്നമായിട്ടുണ്ട്. അത് കഴിവും ഇതൊക്കെ ഉള്ളവർക്ക് പ്രശ്നമല്ല. അവർക്ക് കഴിവും ആളും പണവും സമ്പാദ്യവും കാറും ലോറിയൊക്കെ വെച്ചിട്ടുള്ളവർക്ക് മുത്തലാഖ് കൊണ്ടൊന്നും പണ്ടും ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ പാവങ്ങളിൽ പാവങ്ങളായ നമ്മളെപ്പോലത്തെ ഉള്ള പെൺകുട്ടികൾക്ക് മുത്തലാഖ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടം മാതിരിയല്ല. അന്ന് ഒരു കല്യാണം കഴിക്കുക, എന്നിട്ട് അറിയാതെ മറ്റൊരിടത്ത് പോയൊരു കല്യാണം കഴിക്കുക, എന്നിട്ട് അറിയാതെ വേറൊരിടത്ത് പോയൊരു കല്യാണം കഴിക്കുക, ഇതൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇപ്പോഴാണ് അതിനൊക്കെ കുറേ ഒരു ശമനം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട്, അറിയാതെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ അയലോക്കത്തെ 2-3 പെൺകുട്ടികളെ എന്നല്ല, ഒരു 10-40 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളാണ്. അപ്പോൾ അവർക്ക് ഈ നമ്മളുടെ തന്നെ ഒരു മാരേജ് ബ്യൂറോ മറ്റേ വാട്സപ്പിലൂടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഡ്മിൻ ആയിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന മൊത്തം വിവാഹാലോചനകളും നമ്മളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ ഞാനിത് ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, താത്ത ഞങ്ങളതെടുത്തു കഴിഞ്ഞാൽ ഏത് നേരം ഫോണ് വരും, അപ്പോൾ അത് നമ്മളെ പ്രശ്നമാണ്, ഏത് നേരത്തെ എവിടുന്ന് ആരൊക്കെ വിളിക്കുക എന്നുള്ള അറിയില്ല, അപ്പോൾ അത് ദുരുപയോഗം ചെയ്യണവരും ഉണ്ടാകാം എന്ന് പറഞ്ഞു. നമുക്ക് ആ മെസ്സേജുകൾ വരുമ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, ഞരമ്പന്മാർ വിളിക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഞാനെന്ത് കേട്ടി, എൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു കുട്ടി പറഞ്ഞു, താത്ത ഇത് അഡ്മിനാകുമെന്ന് പറഞ്ഞിട്ട് ഞാനതിൽ അഡ്മിനായി. കാരണം നമ്മളെ കണ്ടാൽ കുറച്ച് പ്രായമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആരും ചെയ്യൂലായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനത് ചെയ്തത്. പക്ഷേ എൻ്റെ വിശ്വാസം തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടൊരു കോൾ എനിക്ക് വന്നിട്ടില്ല. അനാവശ്യമായിട്ട് രാത്രി വന്നിട്ടുണ്ട്, പക്ഷേ അനാവശ്യമായിട്ട് വന്നിട്ടില്ല. എല്ലാം വിവാഹം ആലോചിച്ചു കൊണ്ടുള്ള കോള് തന്നെയാണ്. അതായത് അത് എങ്ങനെ ആലോചന എന്ന് വെച്ചാൽ വീട്ടിലറിയാൻ പാടില്ല. വീട്ടിലറിയാതെ അവർക്ക് വിവാഹം കഴിക്കണം, നന്നായിട്ട് നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ വെച്ചോളാം, വീട് വെച്ച് കൊടുത്തോളാം, അവർക്ക് എന്തൊക്കെ ചെയ്യണം. ഇനി ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനെ അവർ ഏറ്റെടുത്ത് നോക്കിക്കോളാം, 2-3 കുട്ടികളുണ്ടെങ്കിലും നോക്കിക്കോളാം. പക്ഷേ വിവാഹം 2ാം വിവാഹമാണ് അല്ലെങ്കിൽ 3ാം വിവാഹമാണ്, വീട്ടിലറിയാൻ പാടില്ല. അപ്പോൾ ഈ വീട്ടിലറിയാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കലുണ്ട് എന്നെ വിളിക്കുന്നവരോട്. ഇതിലൊരു അഡ്മിനാണ് ഞാൻ, ഇതിലാണ് വിവാഹ പരസ്യങ്ങൾ വരുന്നത്. എൻ്റെ ജോലി ഇതാണ്, എൻ്റെ പ്രായം എത്രയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അസുഖബാധിതയായിട്ട് കിടക്കണോ, ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് അന്വേഷിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ബന്ധപ്പെട്ടവർ നമ്മളെ സമീപിക്കുക, ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ നമ്പർ ഇതിൽ കൊടുത്താൽ പോരെ, നിങ്ങളെ ബയോഡേറ്റയും കൊടുത്തിട്ട് അതിലങ്ങോട്ട് അഡ്മിനായ പോരെ, നിങ്ങൾക്ക് പറ്റുന്നൊരു ഭാര്യ അതിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് കുടുംബത്തിൽ അറിയാൻ പാടില്ല. അപ്പോൾ ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ നമുക്കത്, 2-3 ഘട്ടമൊക്കെ ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ. അപ്പോൾ മുത്തലാഖ് വന്നത്
കെട്ടുന്നത് കൊണ്ടാണ് മുത്തലാഖ് വന്നതെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്നും ആ 2ഉം 3ഉം 4ഉം കെട്ടൊക്കെ നടക്കുന്നുണ്ട്, പുറം ലോകം അറിയാതെ. അറിഞ്ഞ പ്രശ്നമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതറിയാതെ ചെയ്തു കൊടുക്കുന്ന പെൺകുട്ടിയുടെ കുടുംബങ്ങളുമുണ്ട്, കെട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം നാളെ നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആരുടെ മുമ്പിലും പോയി പറയാൻ പറ്റില്ല. വന്നതെല്ലാം നമ്മൾ സഹിച്ചോളണം. എന്താണെങ്കിലും നല്ലത് വന്നാൽ അള്ളാഹു ഹയർ, നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ദോഷമാണ് വന്നതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളത് സഹിച്ച് അവർ പറയുന്നതും കേട്ട് അവിടെ ഇരുന്നോളണം. അങ്ങനെയും ജീവിക്കുന്ന കുറേ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. അപ്പോൾ മുത്തലാഖ് വന്ന സമയത്തൊക്കെ അതിനെ എതിർത്തുകൊണ്ട് വർത്തമാനം പറഞ്ഞിരുന്ന കുറേ ആൾക്കാർ, ഞാനും വാർത്താ ചാനലിലൊക്കെ അതിനെ പറ്റി മറ്റേ 24 ചാനലിൽ, മനോരമ ചാനലിൽ, റിപ്പോർട്ടർ ചാനലിലൊക്കെ ചർച്ചയെ വെച്ചിരുന്നു. മുത്തലാഖിന് എതിരായിട്ടും അനുകൂലിയായിട്ടും ഒക്കെ ചർച്ച വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, വേങ്ങരയുള്ള ഒരു പെൺകുട്ടീനെ കൊണ്ടോട്ടിക്കാരൻ കെട്ടിക്കൊണ്ടുപോയിട്ട്, അതിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല, കാരണം പേരൊക്കെ നിങ്ങൾക്ക് മറ്റേ വാർത്താ ചാനലിൽ കൂടെ സുപരിചിതമായിരിക്കും. അപ്പോൾ കെട്ടിക്കൊണ്ടുപോയിട്ട് 1.5 കൊല്ലമായി. 1.5 കൊല്ലമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കെട്ടിക്കൊണ്ടുപോയ ചെക്കൻ, കൊണ്ടോട്ടിക്കാണ് കെട്ടിക്കൊണ്ടുപോയത്, അവൻ ഗൾഫിൽ പോയി ഇവൾക്ക് 30 പവനിൽ സ്ത്രീധനം കൊടുത്തതിൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ എത്രയാണ് സ്വർണം എന്നാണ് ചോദിച്ചത്. അങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാം എടുത്ത് ഉമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചു സ്വർണങ്ങളെല്ലാം. ബാക്കി ഉണ്ടായിരുന്നത് ഇവള് ആസ്പത്രി കടന്നപ്പം മഹറുമാല അടക്കം ഭർത്താവ് ഊരിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ 1 കൊല്ലമായി ഒരു പ്രസവിച്ചൊരു പെൺകുട്ടിനായിട്ട്, 1 വയസ്സും കൂടി ഇല്ലാത്തൊരു കുട്ടിനായിട്ട് ആ പെൺകുട്ടി വീട്ടിൽ നിൽക്കുകയാണ്. അന്വേഷിക്കുന്നില്ല, ചെലവിന് കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ഞാനൊരു വോയിസ് മെസ്സേജ് ആ ഒരു മറ്റേ വീഡിയോയിൽ അവരിട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസ് മെസ്സേജ് ഞാൻ കേട്ടു. വാപ്പാക്ക് വിളിച്ചതാണെന്ന് തോന്നുന്നു അവൻ ഗൾഫിൽ നിന്ന്. അപ്പോൾ പറയുന്ന കാര്യം, നിന്നെക്കൊണ്ട് എന്ത് പറ്റുമോ നീ നോക്കിക്കോ, ഞാൻ 1ഉം 2ഉം 3ഉം തീർത്തിരിക്കുന്നു, നിനക്ക് എന്ത് പറ്റുമോ നീ ചെയ്തോ, എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യാം എന്ന്. 30 പവൻ്റെ ആഭരണം, ഇനി പണം എത്ര വാങ്ങിക്കണമെന്ന് അറിയില്ല, അതും വാങ്ങിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ നാളെ നമ്മൾക്ക് ഈ പറയുന്ന ആൾക്കാർക്കും പെൺമക്കളുണ്ടാവാം, അവരും വലുതാവാം, അവരെയും ഒരു ഭർത്താവിനെ പിടിച്ചേൽപ്പിക്കാം. അവരുടെ മകളെ കല്യാണം കഴിച്ച ഒരാളാണിത് പറയുന്നതെങ്കിൽ അവർക്ക് എത്ര വേദനയുണ്ടാവും. ആ പെണ്ണ് മുഖം കാണിക്കാതെ മുഖം മൂടിയിട്ടിട്ടാണ് വാർത്തയിൽ കാണിക്കുന്നത്. കാരണം വാർത്തയെ കാണിക്കുന്നത് മുഖം മൂടിയിട്ടിട്ടാണെങ്കിൽ അത്ര പോലും പുറലോകം അറിയാതിരിക്കുന്നൊരു പെൺകുട്ടി ആയിരിക്കണം. അപ്പോൾ ഇത്രയും കടുത്ത മുത്തലാഖ് നിരോധനമൊക്കെ വന്നു കഴിഞ്ഞിട്ടും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊന്നും പോരാ, ഇനി അതിനപ്പുറത്തേക്ക് വരണം എന്നായിരിക്കും. എന്താണെങ്കിലും കുറേ കാലങ്ങളെന്നല്ല, ഒരു 5-6 കൊല്ലമായിട്ട് നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ കുറച്ച് കൂടുതലായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അത് ചിലവർ ദുരുപയോഗം ചെയ്യണമുണ്ട് സ്വാതന്ത്ര്യം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ദുരുപയോഗം ചെയ്യണവരും ഉണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി സ്ത്രീധനം വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് അതെല്ലാം വാങ്ങിയെടുത്തിട്ട് ഐറ്റങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന മക്കളെ, നിങ്ങൾക്കും ഉമ്മ പെങ്ങന്മാരൊക്കെ ഇല്ലേ? നമ്മളെ കുടുംബത്തിൽ ഒരാൾക്ക് വരുമ്പോഴല്ലേ നമ്മൾക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഇതൊന്നും ചെയ്യല്ലേ മക്കളെ. എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുകയും, കുടുംബമാകുമ്പോൾ ചട്ടിയും കലായ തട്ടിയും മുട്ടിയിരിക്കുകയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണമല്ലേ. ഈ വാശിയും വൈരാഗ്യം വെച്ച് ഇങ്ങനെ 2 പേരും ജീവിതം നശിപ്പിക്കാതെ അള്ളാഹു നിങ്ങളെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ മറ്റേ റഹമത്തും ബർക്കത്തും നിങ്ങൾക്ക് തരട്ടെ. പിരിഞ്ഞു പോകുന്നത് വേഗമാണ്, കൂട്ടിച്ചേർക്കാനാണ് പാട്. അപ്പോൾ സ്ത്രീധനം മുതലൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ പിന്നെ ആ സ്ത്രീധനത്തിൻ്റെ പ്രശ്നമൊന്നും അവിടെ വരുന്നില്ലല്ലോ. സ്ത്രീധനം കൊടുക്കുന്നവർ നല്ലോണം ആലോചിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള എല്ലാ രേഖകളും വെച്ചുകൊണ്ട് മക്കളെ ഏൽപ്പിക്കുക. സ്ത്രീധനം നമ്മളെ നാട്ടിൽ നിരോധിച്ചതാണ്. വീണ്ടും അത് മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ മക്കളോടുള്ള അമിത സ്നേഹം കൊണ്ടായിരിക്കാം. മക്കൾ ഒരുപാട് നല്ല രൂപത്തിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഏതായാലും വീഡിയോ കുറേ നീളം വന്ന് തോന്നുന്നു. ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും
ഈമാനും മാഫിയത്തും ദീർഘായുസ്സും എനിക്കും എൻ്റെ കുടുംബത്തിനും അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അസ്സലാമലൈക്കും. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ഈമാനോടെ ആയസോടെ ഇരുന്നെങ്കിൽ.